നമസ്കാരം. ബെൻസ്, ബി.എം എന്ന് കേൾക്കുമ്പോൾ ജർമ്മനിയെ ഓർമ്മ വരും. അതേപോലെ മഹീന്ദ്ര എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യ എന്നും ഓർമ്മ വരുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇന്ത്യയുടെ BMW തന്നെയാണ് മഹീന്ദ്ര എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുമുണ്ട്. എന്നും ഡ്രൈവറിനെ ഹരം പിടിപ്പിക്കുന്ന പ്രകൃതം. ബൊലേറയും സ്കോർപിയോയും സെയിൽസിൽ തകർക്കുന്ന സമയം മഹീന്ദ്രയ്ക്ക് തങ്ങളെ ലോകമറിയുന്ന ഒരു വാഹനം വേണമെന്ന ആഗ്രഹം ചെന്ന് നിന്നത് ഫീച്ചേഴ്സിലും ലക്ഷറിയിലും പിറന്ന ഒരു SUV ആയിരുന്നു. മഹീന്ദ്രയുടെ തന്നെ ആദ്യ മോണോകോക്ക് XUV 500. രൂപത്തിനെ പറ്റി പറഞ്ഞാൽ ഒരു ചീറ്റ ഇൻസ്പയർഡ് ബോഡി, 3 ലുക്കിൽ. 2011 രണ്ട് വേരിയന്റുകളായിട്ട് വന്നു, W6ഉം W8ഉം. W8ൽ ഒരു ഓൾ വീൽ ഡ്രൈവും ഉണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഇന്റീരിയറും പഞ്ഞമില്ലാത്ത ഫീച്ചേഴ്സും. ശേഷം 2015 ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ്, കുറച്ചുകൂടെ സോഫ്റ്റ് ആയതുപോലെയുള്ള മുഖം. ഇവിടെയും വേരിയന്റുകളെല്ലാം ഇരട്ട അക്കത്തിൽ തന്നെ, പക്ഷെ ടോപ്പ് വേരിയന്റ് W10 ആയി മാറി. ഇന്റീരിയർ ഡിസൈനിൽ ഒരു മാറ്റവുമില്ല, പക്ഷെ കളർ ടോണ് ബ്ലാക്ക് ആൻഡ് ബീജ് ആയി മാറി. അലോയ്സിലും ചെറിയ ഡിസൈൻ മാറ്റം. അങ്ങനെ 500 അവസാനമായി ഒന്ന് മുഖം മിനുക്കിയത് 2018 കുറച്ചുകൂടെ വലിയ അപ്ഗ്രേഡ്, 140 BHPയിൽ നിന്ന് 155 BHPയിലേക്ക് മാറി. പക്ഷേ ഇവിടെ മുതൽ വേരിയന്റുകളെല്ലാം ഇരട്ടയിൽ നിന്ന് ഒറ്റയായി മാറി. W3, W5, W7, W9, W11 ഓപ്ഷണൽ. അതിലേറ്റവും വില കൂടിയത് W11 ഓപ്ഷണൽ ഓട്ടോമാറ്റിക് ഓൾ വീൽ ഡ്രൈവ് ആയിരുന്നു. പക്ഷേ ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് മാത്രമാണ്. അങ്ങനെ ചോദിച്ചാൽ ഇതൊരു ക്രെറ്റ സെഗ്മെന്റായ C സെഗ്മെന്റും അല്ല, ഫോർച്യൂണർ സെഗ്മെന്റും ആയ Dയുമല്ല. സിയുടെയും ഡിയുടെയും ഇടയ്ക്കെന്ന് വേണമെങ്കിൽ പറയാം. ഫോർച്യൂണറിന്റെ പ്രീമിയം വേണ്ടാത്തവർക്കും ക്രെറ്റയുടെ സൈസ് പോരാത്തവർക്കും വേണ്ടിയുള്ള സെഗ്മെന്റാണ് XUV 500യുടേത്. പുറമേ ലൈറ്റുകളെല്ലാം ഹാലജൻ തന്നെയാണ്. പക്ഷേ ഓട്ടോ ലാമ്പും കോർണറിംഗ് ഫംഗ്ഷൻസും ഫോളോ മീ ഹോം ലാമ്പ്, OVMലെ വെൽക്കം ലാമ്പ് പോലുള്ള അത്യാധുനിക ഫീച്ചേഴ്സ് എല്ലാം 500യിലും ഉണ്ട്. ഹെഡ്ലൈറ്റ് ഡ്യുവൽ ബാരലും അകത്ത് DRLും കാണാം. സെക്കൻഡ് ഫേസ് ലിഫ്റ്റിന് ടെയിൽ ലാമ്പിന്റെ ഷേപ്പ് സ്പ്ലിറ്റ് ആയി മാറി. മുൻ മോഡലിലെ ടെയിൽ ലൈറ്റിനെ അപേക്ഷിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഈ ടെയിൽ ലാമ്പിന്. പിറകിൽ എല്ലാ വാഹനങ്ങളെയും പോലെ ഡീഫോഗർ, റിയർ വൈപ്പർ, വാഷർ, LED സ്റ്റോപ്പ് മൗണ്ട് ലാമ്പ്, ഒരു സ്പോയിലറും കാണാം. പിന്നെ ഡ്യുവൽ സൈലൻസറുമാണ്. റിയർ വൈപ്പറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇതൊരു ടോപ്പ് എൻഡ് വാഹനമായതിനാൽ ഓട്ടോ വൈപ്പറും ഉണ്ട്. പിന്നെ ഫെൻഡർ രണ്ട് ഫൈബറാണ്. ബൂട്ടിലോട്ട് വന്ന തേർഡ് റോ സീറ്റ് ഇരിക്കാൻ ഉപയോഗിച്ച ആകെ 93 ലിറ്റർ കിട്ടും. ഇവിടെയാണ് ഇന്നോവയുടെ പ്രാക്ടിക്കാലിറ്റിയും USB-യും മനസ്സിലാക്കേണ്ടത്. റിലയബിലിറ്റി എന്ന സാധനം മറന്നതല്ല കേട്ടാ. ഇനി തേർഡ് റോ ഫോൾഡ് ചെയ്ത 405 ലിറ്ററായി ബൂട്ട് സ്പേസ് മാറും. അതും പോലെ സെക്കൻഡ് റോ കൂടി ഫോൾഡ് ചെയ്ത വിശാലമായ 702 ലിറ്റർ ബൂട്ട് സ്പേസ് ആയിട്ട് അത് മാറും. ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടത് തേർഡ് റോയും സെക്കൻഡ് റോയും ഫോൾഡ് ചെയ്യുമ്പോൾ ഫ്ലാറ്റ് ബെഡ് ആയി മാറുന്നുണ്ട്. ഇത് ക്യാമ്പിംഗ് ചെയ്യുമ്പോൾ വാഹനത്തിനുള്ളിൽ തങ്ങാൻ സഹായിക്കും. ഈ ക്യാമ്പിംഗ് ചിന്താഗതിയുടെ ഭാഗമായിട്ടായിരിക്കാം ടെയിൽ ഗേറ്റിൽ കാണാം ഒരു ലാമ്പ്. തൊട്ടടുത്തായി റിഫ്ലക്ട് ട്രയാങ്കിളിന്റെ സ്പേസ് കാണാം. സ്പെയർ വീൽ ബോൾട്ട് പ്ലാസ്റ്റിക് കവർ മാറ്റിയാൽ ആക്സസ് ചെയ്യാം. ഭാഗ്യം സ്പെയർ വീൽ അലോയ് അല്ലെങ്കിലും സെയിം ടയർ സൈസ് ആണ്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക് ആണ്. ബൂട്ട് സ്പേസിൽ തന്നെ ടൂൾ കിറ്റും കാണാം. നല്ല വിശാലമായ ബക്കറ്റ് സീറ്റ്സ്, നല്ല തൈ സപ്പോർട്ട്. പക്ഷെ ലെതർ ആയതിനാൽ പഴക്കം കൊണ്ടായിരിക്കണം നല്ല സ്മൂത്ത് ആണ്. ചില സാഹചര്യങ്ങളിൽ തെന്നി പോകുന്നത് പോലെ ഒരു ഫീൽ. ഡ്രൈവർ സൈഡ് സീറ്റ് 6 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. പിറകിലും ഇതേ കംഫർട്ട്, നല്ല ലെഗ് റൂമും തൈ സപ്പോർട്ടും 2 കപ്പ് ഹോൾഡറും കാണാം. സെക്കൻഡ് റോയിലെ മറ്റൊരു പ്രത്യേകത ഫ്ലാറ്റ് ഫ്ലോർ ആണ്. ശല്യം ചെയ്യാൻ സെൻട്രൽ ടണൽ ഇല്ല. B പില്ലറിലാണ് സെക്കൻഡ് റോയിലെ AC വെന്റുകൾ. തേർഡ് റോ എപ്പോഴും കുറ്റം പറയും പോലെ പറഞ്ഞു പോകുന്നില്ല, സ്പേസ് കുറവാണ്, പക്ഷെ കുട്ടികൾക്ക് ധാരാളമാണ്. താരതമ്യേന ഗ്ലാസ് ഏരിയ ചെറുതാണ് തേർഡ് റോയിൽ. പക്ഷെ കംഫർട്ടിന്റെ ഭാഗമായിട്ട് 2 AC വെന്റും അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു റോട്ടറി സ്വിച്ചും ഇരുവശങ്ങളിലായി 2 കപ്പ് ഹോൾഡറും കാണാം. ഈ വാഹനം 7 സീറ്റർ ആയതുകൊണ്ടും ഇതിലിരിക്കുന്നവർക്ക് 7 തലകൾ കാണുമെന്നും ഓർമ്മയുള്ള കമ്പനി 7 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആയി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഷേപ്പ് കണ്ടിട്ട് എനിക്ക് ശവപ്പെട്ടിയായിട്ട് തോന്നി. കമ്പനി കേൾക്കണ്ട. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് കമന്റ് ചെയ്യൂ. വിശാലമായ ഇന്റീരിയർ ആണ്. ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ അപ്ഡേഷനും ഇഷ്ടപ്പെടും. നടുവിലായി 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ കാണാം. അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും ഇവിടെ കാണാം. USB, ഓക്സ്, ബ്ലൂടൂത്ത്, അങ്ങനെ ഒരുപാട്. W11 ഓപ്ഷണൽ ആയതുകൊണ്ട് ഡാഷ്ബോർഡിലും ഡോർ പാഡിലും ഒക്കെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലും കാണാം. മുകളിൽ പനോരമിക് അല്ലെങ്കിലും സൺറൂഫ് കാണാം. കോൺവെർസേഷൻ മിറർ മാറി സൺഗ്ലാസ് ഹോൾഡർ ആയത് കാണാം. പിന്നെ ഒരു ആംബിയൻ ലൈറ്റ്. പനോരമിക് സൺറൂഫ് ഇടം പിടിക്കാത്തതിനാൽ ഇഷ്ടം പോലെ റീഡിംഗ് ലാമ്പും കാണാം, അതും വൈറ്റ് LED. ഡോറിലെ ഈ റെഡ് ലൈറ്റ് ഒരു സേഫ്റ്റി പ്രിക്കോഷനാണ്. GMCയും ഫോർഡും ഒക്കെ ഓർമ്മ വന്നു.
ഡോർ ഹാൻഡിലും ബാക്ക് ലൈറ്റുകളുണ്ട്. വിശാലമായ ഒരു ഹാൻഡ് റെസ്റ്റ്, അത് 2 കമ്പാർട്ട്മെന്റ് ആയിട്ട് തുറക്കാം. അതിൽ ഒരു കമ്പാർട്ട്മെന്റ് കോൾ ബോക്സ് ആണ്, പിന്നെയുള്ളത് ഈ സ്പ്ലിറ്റ് ഗ്ലോ ബോക്സ്. താഴെയുള്ളതിൽ ലാപ്പ്, കാർഡ് ഇത്തരം വസ്തുക്കളൊക്കെ സൂക്ഷിക്കാം. അതിലൊരു ലൈറ്റും കാണാം. ഇതിൻ്റെ എല്ലാം ഉൾവശം ഒരു ഫാബ്രിക് മെറ്റീരിയൽ കോട്ടിംഗ് ഉണ്ട്. ഉള്ളിലെ വസ്തുക്കൾ സ്ക്രാച്ച് ആകരുതെന്ന കരുതലും അവിടെ കാണാം. ഡോർ പാഡും വിശാലമാണ്. ബോട്ടിൽ ഹോൾഡർ, ഫയൽ പോക്കറ്റ്, ബാൻഡേജ് ഒക്കെ 4 ഡോറിലും കാണാം. പവർ വിൻഡോ, ഡ്രൈവർ സൈഡ് മാത്രമേ ടച്ച് അപ്പും ഡൗണും ഉള്ളൂ. ഡ്രൈവർ സൈഡ് ഡോറിൽ അംബർല ഹോൾഡറും കണ്ടു. ബോട്ടിൽ ഹോൾഡറിൽ ഗ്ലാസ് വയ്ക്കില്ലെന്നൊരു വാണിങ്ങും മഹീന്ദ്ര വയ്ക്കാൻ മറന്നിട്ടില്ല. പിന്നെ അങ്ങുമിങ്ങും നെറ്റ്സും. സ്റ്റിയറിംഗ് വീൽ ഒരു 4 സ്പോക്ക് ലെതർ റാപ്പ്, ക്രൂയിസ് കൺട്രോളും ഓഡിയോ കൺട്രോളും എല്ലാം മൗണ്ട് ചെയ്ത് കാണാം. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ്. ഒരു ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ്. അതിൻ്റെ റിസർവോയർ ഇവിടെ കാണാം. വലിയ വാഹനം ഉപയോഗിക്കുന്ന ഹെവി ഫീലൊന്നും XUV 500 ഇല്ല. സിക്സ് എയർ ബാഗ്സ്, ABS വിത്ത് EBD, ESP, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസെന്റ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സീറ്റ്സ്, പിന്നെ ഈ വോയിസ് കമാൻഡ്. Wear your seat belt for a safe drive. Careful, your handbrake is engaged. ഒരു മോണോകോക്ക് ഫ്രെയിം ആയതുകൊണ്ട് ഫ്രണ്ട് സസ്പെൻഷൻ മെക്പേഴ്സൺ സ്റ്റഡ് തന്നെയാണ്, ലോവർ ആമൊക്കെ ഉള്ളത്. ഇനി പിറകിലാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മൾട്ടി ലിങ്ക് സസ്പെൻഷനാണ്. സസ്പെൻഷൻ അത്ര സോഫ്റ്റ് അല്ല, എന്നാൽ കുറച്ച് ബൗൺസിയാണ്. അതിനൊരു പരിധി വരെ ഈ 18 ഇഞ്ച് വീല് കാരണമാകുന്നുണ്ട്. ഒരു മിക്സഡ് ഫീലാണ്. ബൗൺസിങ് ആണ് കുഴിയിൽ വീഴുമ്പോഴും ബ്രേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴും. പക്ഷെ കുലുക്കാൻ പെട്ടെന്ന് തന്നെ ഡാമ്പ് ചെയ്യുന്നുമുണ്ട്. ഇവരുടെ കുടുംബത്തിന്റെ മറ്റംഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ബൗൺസിങ് തീരെ കുറവ്. ബോഡി റോൾ ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല, കുറച്ചൊക്കെ ഉണ്ട്. അത് ഈ പൊക്കത്തിന്റെ ആയിരിക്കും. പുതിയ 700 അതായിരിക്കും കുറച്ച് പൊക്കം കുറച്ചത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. വിൻഡോ ലൈനൊക്കെ താഴ്ന്നു നിൽക്കുന്നതും വലിയ ഡോർ വിൻഡോസുകളും അതിന് സഹായിക്കുന്നുണ്ട്. എവിടെയോ ഒരു സൈലോ വൈബ് തോന്നി, ബോഡി റോളിലല്ല വിസിബിലിറ്റിയിൽ. ഫിറ്റ് ആൻഡ് ഫിനിഷിലും ക്വാളിറ്റിയിലും അതിഗംഭീരം എന്നൊന്നും തോന്നിയില്ല. എന്നാൽ ഓക്കെ ആവും ഒരുവിധം ആളുകൾക്ക്. ഒരു എബോ ആവറേജ്, എന്നാൽ ഫീച്ചർ റിച്ച്. എന്റെ മനസ്സിൽ ഫീച്ചേഴ്സിന്റെ ഉസ്താദ് കിയയും ഹ്യുണ്ടായും ആയിരുന്നു ഒരു സമയത്ത്. പക്ഷെ അന്ന് മഹീന്ദ്ര അത്ര റിലയബിൾ അല്ലായിരുന്നു. പക്ഷെ കാലഘട്ടം മാറി, മഹീന്ദ്രയും. തോറ്റ് തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന പുതുയുഗം മഹീന്ദ്രയ്ക്ക് ഉണ്ടായത്. ബോണറ്റ് തുറന്ന ഹൈഡ്രോളിക് സ്റ്റഡ് കാണാം, ഇൻസുലേഷൻ കാണാം. പിന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് സ്കോർപിയോയെ പോലെ ലോഞ്ചിറ്റ്യൂഡിനൽ പൊസിഷനല്ല, ട്രാൻസ്വേഴ്സ് ആണ് എഞ്ചിൻ പൊസിഷൻ. സ്കോർപിയോയിലും മറ്റും കാണുന്ന അതേ 2179cc ഡീസൽ എംഹോക്ക് എഞ്ചിൻ. ലേറ്റസ്റ്റ് ഫേസ് ലിഫ്റ്റിൽ 155 bhpയും 360 Nm ടോർക്കുമായിട്ട് അത് മാറി. ട്രാൻസ്മിഷൻ കോംബോ ആയി ഒരു 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടറും ഉണ്ടായിരുന്നു. ഡ്രൈവേഴ്സ് കാർ ആയതുകൊണ്ടായിരിക്കാം ഹാൻഡ് ബ്രേക്കും ഡ്രൈവർ സൈഡോട് ചേർന്നാണ് ഇരിക്കുന്നത്. റിലയബിലിറ്റിക്ക് പേര് കേട്ട എയ്സിൽ നിന്നാണ് ഗിയർ ബോക്സ് സോഴ്സ് ചെയ്തിരിക്കുന്നത്. സ്മൂത്ത് ആണ്, എഫിഷ്യൻ്റ് ആണ്. NBH അത്ര ഇൻസുലേറ്റഡ് അല്ല. അത്യാവശ്യം ശബ്ദമൊക്കെ ഉള്ളിൽ വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് എൻജിൻ സൗണ്ട്. ആസ്വദിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് അതൊരു പ്രശ്നമേ അല്ല. അതുകൊണ്ടാണ് ഈ ടെർബോ സൗണ്ടും വീൽ സ്പിന്നിങ് സൗണ്ടും അകത്ത് കേൾക്കുന്നത്. അത്യാവശ്യം റെസ്പോൺസുള്ള എഞ്ചിനാണ്. പക്ഷെ പേരിന് ടെർബോ ലാഗ് ഉണ്ട്. വേരിയബിൾ ജോമെട്രി ടെർബോ ഒരു പരിധി വരെ ലാഗിനെ പരിഹരിക്കുന്നുണ്ട്. ചെറിയ ട്രാൻസ്മിഷൻ ലാഗ് ഉണ്ട്, എന്നാൽ സഹിക്കാൻ വയ്യാത്ത അത്രയും ഇല്ല. മാനുവലിൻ്റെ അത്ര ക്വിക്കല്ല, സ്വാഭാവികം. ടാക്കോമീറ്ററിൽ 7000 വരെ RPM ഉണ്ട്, അതും ഒരു ഡീസൽ എഞ്ചിനിൽ. ഒന്ന് റെവ് ചെയ്തു, നിരാശ. ആ റെവ് ലിമിറ്റ് 3000 RPM മാത്രമായിരുന്നു സുഹൃത്തുക്കളെ. വീണ്ടും മറ്റ് ഡ്രൈവ് മോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവ് മോഡ് ഇട്ട് ലോഞ്ച് ചെയ്ത് നോക്കി. വേണം വേണ്ടാതെ ഒരു വീൽ സ്പിൻ. 2700 RPM ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി മാനുവൽ മോഡാണ് ലോഞ്ച് ചെയ്ത അത്യാവശ്യം വീൽ സ്പിൻ ഉണ്ട്. ഓരോ 3700 RPM ഓട്ടോ അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. മാനുവൽ മോഡിൽ ഓട്ടോ അപ്പ് ഷിഫ്റ്റ് അത്ര ഹരം നൽകാറില്ല. ഇനി മാനുവൽ മോഡ് ഉപയോഗിക്കുന്നവർക്ക് അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യുന്നതിനായി ഗിയർ നോബിൽ 2 ബട്ടൺ കാണാം. ഓട്ടോമാറ്റിക് ബോറിംഗ് എന്നല്ല പറഞ്ഞു വരുന്നത്. മാനുവലായി കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് ചെറിയ ലാഗ് ഫീൽ ആകുന്നത്. അല്ലാതെ ഇതൊരു പ്രശ്നമേ അല്ല കംഫർട്ട് സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ. ഡീസൽ കപ്പാസിറ്റി 70 ലിറ്റർ ആണ്. മുന്നിൽ നിന്ന് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ പിറകിൽ നിന്ന് തുറക്കാം. അതിനി മൂടി മാറ്റണം. ഡീസൽ ഒഴിക്കാൻ പറ്റാത്ത അവസ്ഥ കമ്പനി വരുത്തൂല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓട്ടോമാറ്റിക് ആയതിനാൽ ഇതിന് ഏകദേശം 11 മുതൽ 15 ഒക്കെയാണ് ഫ്യൂൽ എഫിഷ്യൻസി. തുടക്കത്തിലെ റിലയബിലിറ്റി, റിഫൈൻമെന്റ്, ഓരോ ഫേസ് ലിഫ്റ്റിലും മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ സാധിക്കും. ആ തിരിച്ചറിവും ആ മാറ്റങ്ങളും തന്നെയാണ് ഇന്ന് മഹീന്ദ്രയെ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റുന്നത്.
ഇനി എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഇത്രയും ഫീച്ചർ റിച്ചായ ഒരു കാറിൽ ഒരു ഓട്ടോ IRVMോ പവേർഡ് ടെയിൽ ഗേറ്റോ നൽകിയില്ല. ബട്ട് വൈ? മഹീന്ദ്രയ്ക്ക് അല്പം റീസെയിൽ വാല്യൂ കുറവാണ്. ചെറിയ കാറിനെ പോലെ ഇത്തരം വാഹനങ്ങളെ വിലയിരുത്തരുത്. ഇവയ്ക്ക് അല്പം സർവീസ് കോസ്റ്റ് കൂടുതലായിരിക്കും. ഇതിനെ മനസ്സിലാക്കി വാഹനം വാങ്ങിക്കുമ്പോൾ ആ വാഹനം എന്നും നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും. ദിസ് ഈസ് ആദർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോ ക്യാപ്സ്.